ഹേ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗാണ് ഷൂട്ട് ചെയ്തത്. ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു ആദ്യം തുടങ്ങിയത്. പിന്നെ എനിക്ക് ബാക്കി ക്ലിപ്സ് എടുക്കാൻ മറന്നുപോയടാ. അപ്പോൾ പിന്നെ ഞാൻ ഈവനിങ് വ്ളോഗാക്കി. ഇന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ച് ഫ്രഷ് ആയത്. അപ്പോഴത്തേന് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നേരെ നമ്മൾ ചായക്കടി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് പോയി. ഇന്നിവിടെ പഴവും മുട്ടയായിരുന്നു ഉണ്ടായത്. അപ്പം അത് വെച്ച് എന്തേ ഉണ്ടാക്കുക വിചാരിച്ച് നമ്മൾ വീട്ടിലെപ്പോഴും ഞാനെപ്പോഴും പറയലുണ്ട് ചായ കുടിക്കലുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത് ചായക്ക് കടിയാണ്, അതായത് നമ്മൾ എണ്ണ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കും. ഇത് നമ്മളെ തട്ടിക്കൂട്ട് സാധനം തന്നെയാണ്. എൻ്റെ ഉമ്മ എപ്പോഴും നമുക്ക് ഉണ്ടാക്കി തരുന്നൊരു സാധനമാണ് പഴയും മുട്ടൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ ഉമ്മാനോ പറഞ്ഞു, ഞാനിത് ഉണ്ടാക്കിക്കോളാം, നിങ്ങളത് കഴിച്ചോളിന്ന്. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഒന്നുമില്ലേട്ടാ, റെസിപ്പി പറയാൻ മാത്രം പോലും ഇതൊന്നുമില്ലേട്ടാ. നമ്മൾ പഴം മുട്ടയിലിട്ടിട്ട് വാട്ടൂല്ലേ, നമ്മൾ എണ്ണ ഒഴിച്ചിട്ട്. ഒന്നുമില്ല, നമ്മളിൽ എന്താണോ എണ്ണ ഉള്ളത്, ഞാൻ കുറച്ച് ബട്ടറാണ് ആഡ് ചെയ്തത്. പിന്നെ അത് കുറച്ചൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഈ പഴം അതിലേക്ക് ആഡ് ചെയ്യണം. എനിക്കറിയാം എല്ലാവർക്കും ഈ റെസിപ്പി അറിയുന്നതായിരിക്കും. നമ്മളവിടെ പഴത്തിനെ കൊണ്ട് എന്തൊക്കെ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നോ അതൊക്കെ ഉമ്മ ട്രൈ ആക്കലുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. പിന്നെ ഇതൊന്ന് ജസ്റ്റ് കളറൊന്ന് മാറി ചേഞ്ചായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട ആഡ് ചെയ്താൽ മതി. ഞാൻ 2 എഗ്ഗാണ് ആഡ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ട ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് വലിങ്ങനെ പഴുത്ത പഴമല്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് ഇതിൻ്റെ ഒപ്പം ഏലക്കായൊക്കെ ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെട്ടിക്കില്ല, ഇതങ്ങോട്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ വേറെ എന്തൊക്കെയാണ്, നിങ്ങളെല്ലാവരും ഈവനിങ് ചായയൊക്കെ കുടിക്കുന്ന ടീംസാണോ? എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? ഞാൻ കമൻസ് ഒക്കെ വായിക്കലുണ്ട്, ഞാൻ എല്ലാ വ്ളോഗിലും പറയലുണ്ട്. എന്ത് രസമാണെന്ന് അറിയോ നിങ്ങളൊക്കെ കമൻറ്റ് വായിക്കാൻ, ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് വലിയ താല്പര്യമില്ല. പിന്നെ ഇപ്പം കുക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ചും കൂടി പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് കൂടും. നല്ല രസമാണല്ലോ വീഡിയോ എടുത്തിട്ട് അതിനെന്തെങ്കിലും നിങ്ങൾ അഭിപ്രായം കൂടി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മീൻസ് എങ്ങനെയൊക്കെ എസ്തെറ്റിക് കൈൻഡ് ഓഫ് വീഡിയോ എടുക്കാൻ പറ്റുന്നു അങ്ങനെയാണ് ഞാൻ എടുക്കൽ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മൾ കോഫി ഉണ്ടാക്കുക. പക്ഷെ അപ്പോഴായിരുന്നു എനിക്ക് മനസ്സിലായത് എൻ്റെ കോഫി പൗഡർ ഇല്ലായിനോടാ, തീർന്നു പോയിനു. പിന്നെ ഇതാണെങ്കിൽ കട്ട കുത്തി കെടുക്കായിരുന്നു. ഞാൻ പിന്നെ ഒരു വിധത്തിൽ അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എങ്ങനെയോ സെറ്റാക്കി, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇനിയിപ്പോൾ പോയി വാങ്ങലൊന്നും നടക്കില്ല. ഞാൻ അധികം ഈ 2 രൂപ 5 രൂപൻ്റെയൊക്കെ ബ്രൂവിൻ്റെ പാക്കറ്റാണ് വാങ്ങൽ. നമുക്കാണെങ്കിൽ കോഫിയോ ചായ ഇല്ലാണ്ട് വൈകുന്നേരം പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഇതൊക്കെ മാറ്റിക്കൊണ്ടുവരണം. പിന്നെ എനിക്ക് 2 കമൻറ്റ്സ് വന്നിരുന്നു, എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ക്യാപ് കട്ടാണ് യൂസ് ആക്കൽ. ക്യാപ് കട്ടും പിന്നെ പിക്സാർട്ടൊക്കെ യൂസ് ആക്കലുണ്ട്. പിന്നെ എങ്ങനെ എസ്തെറ്റിക് കൈൻഡ് ഓഫ് വീഡിയോ എടുക്കുന്നത് എങ്ങനെ കിട്ടുന്നതെന്നൊക്കെ ഒരു കമൻറ്റ് വന്നിരുന്നു. അത് വേറെ ഒന്നുമില്ലടാ, നമ്മളെ ലൈഫിൽ നടക്കുന്ന ചെറിയ മൊമെൻറ്റ്സ് നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നല്ല രീതിയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുക. നമ്മളെ തന്നെ കുറച്ച് നമുക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളെ കാര്യങ്ങൾ മെല്ലെ നല്ല രീതിയിൽ ചെയ്തു തുടങ്ങുക. എൻഡ് ഓഫ് ദി ടൈം നമ്മളേ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളൊരു സോളോ ഡേറ്റിനൊക്കെ പോവുക, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ജസ്റ്റ് പുറത്ത് വന്ന് ചായ കുടിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പഠിക്കണം. കാരണം നാളെ നമ്മൾ ഒറ്റയ്ക്കാവാനുള്ള ആൾക്കാർ തന്നെയാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മൾ ചായ കുടിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മളെ സംഭവം. നല്ല ടേസ്റ്റാണ്. പഴമൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇഷ്ടമാവും. എനിക്കിത് ഇങ്ങനെ ആക്കിയിട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളും പണിയൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു ബാങ്കിൽ. പക്ഷെ അതിന്ന് പോകാനും പറ്റിയില്ല. അപ്പോൾ പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലേനൊന്ന്. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയപ്പോഴാണ് പിന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു, കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ അതൊന്ന് കംപ്ലീറ്റ് ആക്കണം. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് കുറേ മെസ്സേജ് വന്നതാണ്, സ്റ്റഡി വ്ളോഗ് ചെയ്യുമോയെന്ന്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂൾ കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ ഞാനൊരു കോഴ്സ് ചെയ്യുകയാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ആ കോഴ്സിൽ അങ്ങനെ പ്രത്യേകം പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല, കാരണം നമുക്ക് അധികം പ്രാക്ടിക്കലാണ് വരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാനുള്ളൂ മാക്സിമം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് സ്റ്റഡി വ്ളോഗായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ധാരണയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഫസ്റ്റൊക്കെ ഞാൻ ഭയങ്കര ഉഴപ്പിങ് കൊണ്ട് തന്നെ നിൽക്കും. പിന്നെ എക്സാം എപ്പോഴാണോ അതിൻ്റെ 2 ദിവസം മുന്നാണ് എനിക്കൊരു ബോധം വരിക. അപ്പോൾ പിന്നെ ഭയങ്കര ഹറിബറി ആയിട്ടാണ് നമ്മളെ കാര്യങ്ങൾ തന്നെ നടക്കുക. ഞാൻ ആകെ ചെയ്യുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും എക്സാമിന് കഴിച്ചില്ലാവും, എങ്ങനെയായാലും ഞാൻ പാസ്സാവും.
എൻ്റെ കേസിൽ എനിക്ക് മാം പറഞ്ഞു തരുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് മനസ്സിലാവാൻ നമ്മളൊരു ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ നമ്മളെ ക്ലാസ്സിലെ നമ്മളൊരു ഫ്രണ്ട് അവൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ ഏജും കൂടിയാണല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു രീതിയിൽ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം, കാരണം അവർക്കും കൂടി അതൊരു പഠിക്കാൻ പറ്റും, അവർ കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അത് മാക്സിമം കളക്ട് ചെയ്യുക. നമുക്ക് ബോർഡ് എക്സാം ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ആക്കുക. പിന്നെ മെയിനായിട്ട് നമ്മളെ ചാപ്റ്റേഴ്സിലുള്ള മെയിൻ ടോപ്പിക്കും കാര്യങ്ങൾ ഒരു ചാപ്റ്റർ നമ്മൾ എന്തെങ്കിലും കുറച്ചെങ്കിലും പഠിച്ചു വെക്കുക. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ മാക്സിമം നല്ല ഹാൻഡ് റൈറ്റിങ്ങോട് കൂടി എഴുതുക. അപ്പോൾ തന്നെ അവർക്ക് ആ പേപ്പർ കാണുമ്പോൾ തന്നെ കുറച്ചൊരു ഈ കുട്ടി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു തോട്ട് വരും. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കിയാൽ മതി. പിന്നെ എന്താ, ഈ ക്ലിപ്സ് ഞാൻ ഇന്ന് രാവിലെ ഷൂട്ടാക്കിയതാണ്. ഞാൻ ഇന്നൊരു ഹണി ചില്ലി അൽഫാമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓടിച്ചിട്ടൊന്ന് റെസിപ്പി പറഞ്ഞുതരാം. ഫസ്റ്റ് കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ ഗ്രാമ്പൂ, പട്ട. ഗ്രാമ്പൂക്ക് ഞാൻ 2 പിന്നെ ഏലക്ക ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യുക. ഈ ചെറിയ ജീരകവും വലിയ ജീരകവും ഞാൻ ചെറിയ ടീസ്പൂൺ ആയിട്ടാണ് കേട്ടോ ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ 2 ടേബിൾ സ്പൂൺ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യണം. പിന്നെ അതേപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോണ്ട, അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നത്. പിന്നെ വേറെ ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഭയങ്കര കുറഞ്ഞ തീയിൽ ജസ്റ്റ് ഒന്ന് ആ കളറൊന്നും മാറി വരണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇത് നമ്മൾ രാത്രിത്തേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം, എന്നാലേ അത് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. ഞാൻ പിന്നെ ഇന്ന് രാവിലെ ഉണ്ടാക്കി, അത്രയും ടൈം ഉണ്ടല്ലോ, രാത്രി ആവണമല്ലോ നമ്മളിത് കഴിക്കണമെങ്കിൽ. അപ്പം അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയല്ലോ അപ്പത്തിനും. പിന്നെ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു കൈപ്പിടിയിൽ മല്ലിയില, പുതിന ഇല, അതേപോലെ വെല്ലുള്ളി, ചെറിയുള്ളി, പിന്നെ തക്കാളി ചെറിയ കഷ്ണം മതി. ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം മിക്സിയിൽ. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ നമ്മളെ മിക്സീൻ്റെ ജാറ് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ പിന്നെ വലിയ ജാറ് തന്നെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഇത് മിക്സായി കഴിഞ്ഞാൽ ചെറിയ ലെമണിൻ്റെ ചെറിയ പോർഷൻ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് അതിൽ വയ്ക്കുക. ചെറുത് മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ്, അതേപോലെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരു മാഗി ക്യൂബിൽ 2 എണ്ണം ഉണ്ടാവും, നമ്മൾക്കിവിടെ 1 മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/2 കപ്പ് ഓഫ് ഓയിൽ ആഡ് ചെയ്യണം. കുറച്ച് ഓയിൽ മതി, നിങ്ങളതിനനുസരിച്ചിട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ സ്പൈസസ് മിക്സ് മൊത്തമായിട്ട് തന്നെ ഇതിലാക്കി കൊടുക്കുക. എന്നിട്ട് വേറെ ഒന്നുമില്ലടാ, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഈ മസാല ആണ് സത്യം പറഞ്ഞാൽ ഇതിൽ മെയിൻ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ പറ്റാണെങ്കിൽ ഒരു വട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. ഭയങ്കര നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ നെക്സ്റ്റ് എന്താ, നമ്മൾ അരച്ചിട്ടുള്ള മിക്സ് നമ്മൾ ചിക്കനിലാക്കി കൊടുക്കണം. ഇത് നമ്മൾ അൽഫാമിൻ്റെ കഷ്ണം എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങണം. ഇത് മാക്സിമം നമ്മൾ പരത്തി കൊടുക്കുക. നമുക്ക് വാങ്ങുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്ന് അടിച്ചു തരാൻ. ഇല്ലയെന്നാണെങ്കിൽ നമ്മൾ ചപ്പാത്തി പലക കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ജസ്റ്റ് പാറ്റി ആയിട്ട് കിടക്കും. എന്നിട്ട് നമ്മൾ ഈ മിക്സ് നല്ലോണം വരഞ്ഞ് ചിക്കൻ്റെ മുകളിൽ ആക്കി കൊടുക്കുക. പിന്നെ ഈ മസാല ഫുള്ളായിട്ട് ഇതിൽ തേക്കരുത്. ഒരു സ്പൂണ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാനിത് നല്ലോണം റാപ്പൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ കിട്ടും. ഇനി ഇത് രാത്രി എടുക്കുള്ളൂ. അപ്പത്തിനും നല്ല നമ്മളെ ചിക്കന് നല്ലോണം ടെൻഡറായിട്ട് നല്ലോണം മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ട് നമുക്ക് കിട്ടും. മാക്സിമം നിങ്ങൾ വെക്കുക. നിങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും വെക്കുക, എന്നാലേ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് സാധനം കിട്ടുള്ളൂ. ഞാൻ പിന്നെ ഇത് രാത്രി ആയപ്പോഴാണ് എടുത്തിട്ടുള്ളത്. അപ്പത്തിന് നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് നല്ല കുട്ടപ്പനായിട്ടുണ്ടായിരുന്നു. ഇനി എന്താ, നമുക്ക് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മൾ കുറച്ചൊരു മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി വെക്കുമല്ലോ. ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് നല്ലൊരു ഭംഗിയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. എനിക്കിങ്ങനെ സ്മെൽറ്റ് ക്യാൻഡിൽ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു മസാല ഉണ്ടാക്കണം. അതിൻ്റെ മുകളിൽ പുരട്ടാനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്പൂൺ നമ്മളെ സ്പൈസസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലാക്കി കൊടുക്കുക. പിന്നെ നമ്മളിതൊരു ഹണി ചില്ലി അൽഫാമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ ചില്ലി ഫ്ലേക്സും കുറച്ച് തേനും അതേപോലെ നമ്മളെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതും കുറച്ചാക്കി കൊടുക്കടാ. ഹണിയൊക്കെ ഇതിലാക്കുമ്പോൾ തന്നെ നമ്മളിഷ്ടമാണ് എത്ര ക്വാണ്ടിറ്റിയിലാക്കണമെന്ന്. ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക്, അതായത് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ഡിപ്പ് പോലെയും ഇത് കഴിക്കാം, വേണമെങ്കിൽ ചിക്കൻ്റെ മുകളിൽ ആക്കി കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം. ഒക്കെ നമ്മളിഷ്ടമാണ്, അതിനനുസരിച്ച് ചെയ്യാം.
പിന്നെ എന്താ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ ഫസ്റ്റ് എയർ ഫ്രയറിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ച് ടേസ്റ്റ് ഉണ്ടാവില്ലേ, എയർ ഫ്രയറിലാകുമ്പം എല്ലാ ചിക്കനും ഒരുമിച്ച് ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ വേണ്ട വിചാരിച്ച് സ്റ്റൗ ടോപ്പ് തന്നെ കുക്ക് ചെയ്യാൻ വിചാരിച്ച്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഭയങ്കര സ്ലോ കുക്ക് ചെയ്യുക, കാരണം ഉള്ളിൽ നമുക്ക് നന്നായിട്ട് വെന്തിട്ട് കിട്ടണമല്ലോ. ടൈം എടുത്താലും വേണ്ടിയില്ല, നല്ലോണം കുക്കായിട്ട് കിട്ടും. അപ്പോൾ മാക്സിമം തീ കുറച്ചിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടും കുക്ക് ചെയ്യുക, അല്ലാണ്ട് നമ്മൾ കുക്ക് ചെയ്യുക. ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ചപ്പാത്തിയോ കുബൂസോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് കഴിക്കുക. എന്തിൻ്റെ ഒക്കെയും ഇത് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ പറ്റാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ഹണി ചില്ലി അൽഫാമിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് ഇഷ്ടമാവും. നിങ്ങളിത് ഹണി ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാ പോലെ ചില്ലി അൽഫാം പോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാം. നമ്മൾ ചിക്കനൊക്കെ നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മസാല ജസ്റ്റ് അതിലൊന്ന് പുരട്ടി കൊടുക്കുക. പിന്നെ സ്മോക്ക് ചെയ്യുന്ന ഭാഗമൊന്നും ഞാനിതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല, എൻ്റെ നിന്ന് വിട്ടുപോയി. ഞാൻ ക്യാമറ ഓണാക്കിയതായിരുന്നു, പക്ഷെ അതൊന്നും ഇതിൽ പെട്ടിക്കില്ല. അപ്പോൾ എന്താ നമ്മളെ ചിക്കനൊക്കെ നല്ലോണം സെറ്റായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മയോണൈസും ഞാൻ ഉണ്ടാക്കിയതായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ക്ലിപ്സൊക്കെ ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തതാണ് ക്ലാസ്സിൽ പോകുന്നതിൻ്റെ മുന്നേ. അപ്പം ഇതിൽ കുറച്ചൊന്ന് ആഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ അത് വെറുതെ ഫോണിൽ ഡിലീറ്റ് ആക്കേണ്ടി വരും. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒന്ന് വീഡിയോ ആഡ് ചെയ്തതാണ്. ഇന്നാണെങ്കിൽ ഞാൻ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് 9:30 ക്ലാസ്സാണ്, പക്ഷെ ഇപ്പം തന്നെ 9:30 മണിയായിക്കണ്. ഇനി എന്താ നേരെ വേഗം ഓടണം. ഞാനാണെങ്കിൽ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ പിന്നെ ക്ലാസ് തുടങ്ങിയ സമയത്ത് അവിടുന്ന് ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്സൊക്കെയാണ്. പിന്നെ വേറെ എന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. കുറച്ചൊന്ന് തട്ടി കൂട്ടിയെടുത്തൊരു വ്ളോഗാണ്. കാര്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ മാത്രമൊന്നുമില്ല. ഞാൻ അത്ര നീറ്റിലൊന്നല്ല എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ചെറുങ്ങനെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.